മാറുകില്ല. എന്റേത് നിന്നുടയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അത് മഞ്ഞു പോലെ എന്മേൽ പൊഴിഞ്ഞു വീഴും, അതു മാറി പോലെ എന്മേൽ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടുമാറുകില്ല. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടുമാറുകില്ല. പാപിയായിരുന്നെന്നെ തേടി വന്നല്ലോ, പാവന നീളത്തിൽ നീ വീണ്ടെടുത്തല്ലോ. ആമേൻ. പാപിയായിരുന്നെന്നെ തേടി വന്നല്ലോ, പാവന നീളം ചിന്തി വീണ്ടെടുത്തല്ലോ. നിത്യതയോളവും നടത്തിയിടുവാൻ യേശുവേ നീ മാത്രം മതി എനിക്ക്. നിത്യതയോളവും നടത്തിയിടുവാൻ യേശുവേ നീ മാത്രം മതി എനിക്ക്. എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ ദയ എത്ര വലിയത്, എന്നോടുള്ള നിന്റെ കൃപ എത്ര വലിയത്. അത് മഞ്ഞു പോലെ എന്നെ പൊഴിഞ്ഞു വീഴും, അത് മാറി പോലെ എന്മേൽ പെയ്തിറങ്ങും. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടുമാറുകില്ല. പർവ്വതം മാറിയാലും കുന്നുകൾ നീങ്ങിയാലും നിന്ദയ എന്നെ വിട്ടുമാറുകില്ല.
പങ്കെടുപ്പാനായിട്ട് വളരെ ആഗ്രഹമുണ്ട്. എന്നാലും നമ്മുടെ സമയം എന്നത് അനുവദിക്കുന്നില്ല ദൈവമക്കളെ. പരിമിതമായ ശുശ്രൂഷകൾ നമ്മുടെ മധ്യത്തിലുള്ളത് കൊണ്ട് പലപ്പോഴും നമ്മുടെ ആരാധന നമ്മൾ കട്ട് ഷോർട്ട് ചെയ്യുകയാണ്. എന്നാൽ ഹല്ലേലൂയ, ഈ പകൽക്കാലം കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തെ ഓർത്ത് എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആരാധനയുടെ ആത്മാവിൽ തന്നെ നാം ഏവരുമായിരിക്കുമ്പോൾ തുടർന്നുള്ള നമ്മുടെ ശുശ്രൂഷകളെ വഹിച്ചുകൊണ്ട് പ്രിയ ലിവർപൂളിൽ നിന്ന് കടന്നു വന്ന പ്രിയ ജോസ്റ്റായനും ഗ്ലാസ്ഗോയിൽ നിന്ന് കടന്നു വന്ന പ്രിയ കുഞ്ഞുമോൻ ബ്രദർ മുമ്പോട്ട് കടന്നു വന്ന് അത് തുടർന്നുള്ള നമ്മുടെ ശുശ്രൂഷകളെ വഹിച്ച് ഇപ്പോൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, സ്വർഗത്തിലെ പ്രചാരം നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഇന്നുകാല സഭകളായി ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ പ്രദേശത്തിന്റെ പ്രദേശത്ത് ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം, ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം സ്വന്തം സഹായിച്ച കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവേ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്യുന്ന ഉപകാരങ്ങളൊന്നും മറക്കാതെ വണ്ണം, അവൻ ചെയ്യുന്ന നന്മകളൊന്നും മറക്കാതെ വണ്ണം, അവൻ പരിപാലിച്ച പരിപാലനമൊന്നും മറക്കാതെ വണ്ണം. ഇത് വൻകാലം ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ, ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിപ്പാൻ തക്കവണ്ണം സ്വന്തം സഹായിച്ച കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുക. കർത്താവിന്റെ ശുശ്രൂഷകളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. തുടർന്ന് സങ്കീർത്തന പ്രബോധനം, വചന ശുശ്രൂഷ, ആരാധന, കർത്താവ് തിരുമേശ എല്ലാം വളരെ അനുഗ്രഹമായി നടക്കുവാൻ തക്കവണ്ണം സ്വർഗം അവിടുന്ന് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവൽക്കാലം ആത്മാവിന്റെ ശക്തി ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ ഇറങ്ങുവാൻ തക്കവണ്ണം, അഭിഷേകത്തിന്റെ ശക്തി ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ ഇറങ്ങുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടുന്ന് ഇവൽക്കാലങ്ങളെ സഹായിക്കുന്നു പ്രാർത്ഥിക്കുക. ഇവൽക്കാലം ഒഴിഞ്ഞു മാത്രമായി കടന്നു വന്നു എങ്കിൽ നിറഞ്ഞു കവിയുന്ന പാത്രങ്ങളായി ഇവിടുന്ന് മടങ്ങിപ്പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവൽക്കാലങ്ങളെ സഹായിക്കുന്നു പ്രാർത്ഥിക്കുക. ഞങ്ങൾക്ക് ആവശ്യമായി ദൈവത്തിന്റെ ആലോചനകള്, ദൈവത്തിന്റെ ദൂതുകള്, അവിടുത്തെ അഭിഷക്തന്മാരെ കൂടെ ഇവൽക്കാലത്ത് വിളമ്പിച്ചെടുവാൻ പോകുന്നതിനായി നമ്മയോട് സ്തോത്രം ചെയ്യുക. ദൈവകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഇവൽക്കാലം ഈ ആരാധനയില് ആരെങ്കിലും ഭാരത്തോടായിരിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും പ്രയാസത്തോടായിരിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും ദുഃഖത്തോടോ ആരെങ്കിലും രോഗത്തോടോ ആയിരിക്കുന്നുവെങ്കിൽ ഇവൽക്കാലം രോഗങ്ങൾ മാറി, ദുഃഖങ്ങൾ മാറി, ഞെരുക്കങ്ങൾ മാറി സന്തോഷമായി കടന്നുപോകുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നുവൽക്കാലം സഹായിക്കുമാരെന്ന് പ്രാർത്ഥിക്കുക. സഭയായി നിങ്ങളെ ഒരുമിച്ച് ഇന്നുവൽക്കാലം നിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. നിങ്ങളെ ഇന്നുവൽക്കാലം അവരുടെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപയിൽ നിങ്ങളെ മറക്കേന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം. സകലമാനവത്വം അങ്ങെടുക്കും പുത്രനാമേശ്വര നാമത്തിൽ തന്നെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിൽ കൂടി ഞങ്ങളെ അളവിടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ പകൽക്കാലത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, ആഴ്ചവട്ടത്തിന്റെ ഒന്നാം ദിവസം ഞങ്ങളുടെ പിതാക്കന്മാർ സത്യത്തിലും ആത്മാവിലും ആരാധിച്ചു. ഇന്ന് പകൽക്കാലം യാതൊരു യോഗ്യതകളും ഇല്ലാത്തവരായിരുന്ന ഞങ്ങൾക്കും വലിയവരായ കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ നീ ഞങ്ങൾക്ക് തന്ന വലിയ ഭാഗ്യത്തിനായി ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവന്റെ വിശുദ്ധിയിൽ ഭയങ്കരനും, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തനുമായവനെന്ന് പകൽക്കാലം ഞങ്ങളുടെ മധ്യേ ഉള്ളതിനാല് ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. വിവിധ സ്ഥലങ്ങളിലായിരുന്ന ഞങ്ങൾക്ക് സഭയായി ഒരുമിച്ച ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം കർത്താവിനെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് ഞങ്ങൾക്ക് തന്ന വലിയ ഭാഗ്യത്തിനായി നന്ദിയോടെ അപ്പച്ചനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. നാം ഒന്നിച്ച് അവരുടെ നാമത്തെ ഉയർത്തുക എന്ന് പകൽക്കാലം ഞങ്ങൾ ഒന്നിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്തുമ്പോൾ ഹല്ലേലൂയ കർത്താവേ, അത് സഭയായി, അത് വ്യക്തികളായി, കുടുംബങ്ങളായി ഞങ്ങളുടെ മേൽ കർത്താവിന്റെ ഗുരുതരം അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം അവർ ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ഞങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്താൽ ഹല്ലേലൂയ കർത്താവേ ശുശ്രൂഷകൾ ചെയ്തെടുക്കാൻ അവർക്ക് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ തേജസ്സാലയത്തിൽ ഇറങ്ങി ഹല്ലേലൂയ ശുശ്രൂഷകന്മാർക്ക് പുരോഹിതന്മാർക്ക് നിൽക്കുവാൻ കഴിയാതെ വണ്ണം യഹോവയുടെ തേജസ്സുമാലയത്തെ മൂടിയതുപോലെ ഇന്ന് പകൽക്കാലം നിന്റെ തേജസ്സിനാൽ ഞങ്ങളെ നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ.
നന്ദിയോടെ സ്തുതിക്കുന്നു. നല്ല സങ്കീർത്തന കർത്താവ് ഞങ്ങൾക്ക് തന്നതിനാൽ തരുന്നതിനായി സ്തോത്രം. അതിനെ ശുശ്രൂഷിപ്പാൻ കർത്താവ് തന്റെ ദാസനെ ശക്തീകരിക്കണമേ. ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ. നല്ല പ്രബോധനങ്ങളെ സാക്ഷ്യങ്ങളൊക്കെ കർത്താവ് തരുന്ന വേർത്ത അത് ഞങ്ങളുടെ ആത്മീയ വർദ്ധനയ്ക്കും ഹല്ലേലൂയ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാനുള്ള ഇടയാക്കി തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നല്ല വചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കും. അതിനെ ശുശ്രൂഷിപ്പാൻ ദൈവത്തിന്റെ കർത്താവിന്റെ ദാസനെ പിന്നെയും നിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാൽ നിറച്ചു. ഹല്ലേലൂയ. ഇതുവരെ ഞങ്ങൾക്ക് വെളിപ്പെട്ടിട്ടില്ലാത്ത ചില മർമ്മങ്ങൾ ഇന്ന് വെളിക്കാലം വെളിപ്പെടുവാനും ഹല്ലേലൂയ ഹല്ലേലൂയ ജനത്തോടും ഹല്ലേലൂയ കർത്താവേ ഞങ്ങളുള്ള വീടുകൾ ഹല്ലേലൂയ തൽക്കാലം ശക്തമായി ഹല്ലേലൂയ അറിയിപ്പാൻ കർത്താവ് തന്റെ ദാസനെ ശക്തീകരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, ഇന്നത്തെ മീറ്റിംഗ് എല്ലാം ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമാക്കി തീർക്കും. ഹല്ലേലൂയ കർത്താവിന്റെ മേശയിൽ പാകമാക്കാൻ ഞങ്ങളെ ഒരുക്കണമേ. ഏറ്റവും ശ്രേഷ്ഠകരമായ ശുശ്രൂഷ ഹല്ലേലൂയ അത് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ഏകാന്ത ഹൃദയത്തോടും ദൈവഭയത്തോടും സന്നിധാന ബോധത്തോടും നിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് സഹായിക്കും. ഹല്ലേലൂയ കർത്താവേ, ഏതെങ്കിലും ഭാരത്താലോ വേദത്താലോ ഹല്ലേലൂയ ആയി കടന്നു വന്നിട്ടുള്ളവർ ഇന്ന് ഭയക്കാലം ഈ ആരാധന കഴിയുമ്പോൾ ഹല്ലേലൂയ കർത്താവേ, ഹല്ലേലൂയ ഞാൻ നിന്റെ തോളിൽ നിന്ന് ചുവട് നീക്കി അവന്റെ കൈകൾ കൊത്തവൻ ഒഴിഞ്ഞു എന്ന് വായിക്കുന്നത് പോലെ ആ ചുവട് നീങ്ങി ആ ഭാരം നീങ്ങി സന്തോഷത്തോടെ മടങ്ങിപ്പോകുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായി കഴിയുന്നവർ ഹല്ലേലൂയ കടന്നു വന്നവർ ഇന്ന് ഭയക്കാലം ഈ ആരാധന കഴിയുമ്പോൾ പൂർണ്ണ സൗഖ്യത്തോടെ ഹല്ലേലൂയ സൗഖ്യം പ്രാപിച്ച് ആരോഗ്യത്തോടെ മടങ്ങിപ്പോകുവാൻ സ്വർഗത്തിലെ നിലവിളയാക്കണമേ കർത്താവേ. ഞങ്ങളെല്ലാവരും കടന്നു വന്നതുപോലല്ല ഇല്ലല്ലോ ഇന്നത്തെ മീറ്റിംഗ് കഴിയുമ്പോൾ ഒരാത്മ ചൈതന്യം പ്രാപിച്ചവരായി ഹല്ലേലൂയ കടന്നു പോകുവാൻ സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിക്കാൻ കർത്താവിന്റെ ദാസന്മാരെ ശക്തീകരിക്കും. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. സന്തോഷമുള്ള ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. ഹല്ലേലൂയ. സംഗീതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേദിയിലായിരിക്കുന്ന കർത്താവിന്റെ വിലയേറിയ ദാസന്മാർ ഏവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ സ്നേഹവന്ദനങ്ങളെ പ്രാരംഭമായി അറിയിക്കട്ടെ. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വളരെ നാളുകളായി നാം പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത് പോലെ ഈ ദേശത്ത് മിഡിൽസ്ബ്രോയുടെ ദേശത്ത് ഇവിടെയുള്ള ദൈവസഭയോടുള്ള ബന്ധത്തിൽ നമ്മൾക്ക് ഏവർക്കും ഇവിടെ കടന്നു വന്ന് വീണ്ടും ദൈവത്തെ ആരാധിക്കുവാൻ കർത്താവിന്റെ ഒരു സാവകാശം നമ്മൾക്ക് ഒരുക്കിയല്ലോ. അതോർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. പലവിധമായ ശുശ്രൂഷകൾ നമ്മുടെ മധ്യത്തിലുണ്ട്. സമയം നമ്മൾ ഒട്ടും നമ്മുടെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് പ്രാരംഭമായ സമയം ഒട്ടും തന്നെ എടുക്കുന്നില്ല. അടുത്ത ശുശ്രൂഷയിലേക്ക് നമ്മൾ കടക്കുവാൻ പോവുകയാണ്. നമ്മൾ എല്ലാവരും ഇപ്പോൾ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്ന് 16-ാം സങ്കീർത്തനം വാക്യ പ്രതിവാക്യമായി വായിച്ച് നമ്മുടെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് സമയത്തെ വേർതിരിക്കാം. ഗ്ലാസ്ഗോയിൽ നിന്ന് കടന്നു വന്ന കർത്താവിന്റെ വലിയ ദാസൻ റോയ് ചായനവറുകൾ മുമ്പോട്ട് കടന്നു വന്ന് സങ്കീർത്തന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നതായിരിക്കും. വളരെ പ്രാർത്ഥനയോട് ദൈവസന്നിധിയിൽ നമ്മൾക്കായിരിക്കാം. പ്രതിവാക്യമായി വായിച്ചു കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. സ്തോത്രം. നമുക്ക് വായിക്കാം. 16 എല്ലാവരും എടുത്തല്ലോ. വായിക്കാം. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ. I say to the Lord, you are my Lord. Apart from you, I have no good thing. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. Those who run after the gods will suffer more and more. I will not pour out liberations of blood to such gods or take up the names of my lips. എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു.
The boundary lines are formed for me. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. The boundary lines are formed for me in pleasant places. Surely I have a deliverance and evidence. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തരുന്ന യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. Keep my eyes always on the Lord. With him at my right hand, I will not be shaken. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു. എന്റെ ജഡവും നിർഭയമായി വസിക്കും. Because he will not abandon me to the realm of the dead, nor will he let the faithful ones see decay. അടുത്ത വാക്യം നമുക്ക് ഒന്നിച്ചു വായിക്കാം. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സാന്നിധ്യവും സന്തോഷപരിപൂർണ്ണതയും നിന്റെ വലതുഭാഗത്തും പ്രബോധനങ്ങളുമുണ്ട്. അവിടെ വിശുദ്ധ കാര്യങ്ങള് ഉയർത്തി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അല്ലെങ്കിൽ നിന്റെ വഴി അല്ലെങ്കിൽ നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണ്ണതയും നിന്റെ വലതുഭാഗത്ത് എന്നും പ്രബോധനങ്ങളുമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് പാട്ടുപാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. മൈറ്റി ഗോഡ്, യേശുവിന്റെ നാമത്തിൽ നാം ഒന്നിച്ച് കർത്താവിനെ പാടി ആരാധിപ്പാനായി പോവുകയാണ്. എത്ര പേര് ഈ പകൽ സന്തോഷത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നു? കരമൊഴുത്തി എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരുടെ ബൈബിൾ താഴെ വെച്ചാട്ടെ. ഇന്ന് പകൽ നാം ഒന്നിച്ച് വിവിധ ഇടങ്ങളിൽ നിന്ന് ദൈവത്തിൽ കടന്നു വന്നിരിക്കുന്നത് കർത്താവിനെ ആരാധിപ്പാൻ വേണ്ടിയാണ്. ഈ പകൽ ദൈവത്തിൽ വന്ന ആരും ദൈവത്തിന്റെ മഹത്വം കൊടുക്കാതെ ഇവിടുന്ന് മടങ്ങുവാനിടയാകരുത്. ദൈവത്തെ ഒന്നിച്ച് ആരാധിപ്പാനായി പോകുന്നു. ദൈവ സാന്നിധ്യത്തിൽ ഒന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായി പോകുകയാണ്. നമുക്കറിയാവുന്ന പാട്ട് ഇവിടെ പാടുമ്പോൾ എല്ലാവരും കുഞ്ഞുങ്ങളല്ല, all the children ready to worship the Lord. ദൈവത്തെ ഒന്നിച്ച് നാം ആരാധിപ്പാൻ പോകുകയാണ്. ദൈവകൃപയിൽ ഒന്നിച്ച് ചേർന്ന് പാടി അറിയാവുന്ന പാട്ട് ഇവിടെ പാടുമ്പോൾ കരങ്ങളടിച്ചാട്ടെ. സൃഷ്ടിതാവാം ദൈവത്തെ, എൻ യേശുവേ, നിത്യ ദൈവമേ, എൻ യേശുവേ, ഒന്നിച്ച് ഞങ്ങളെ ആരാധിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ദൈവമേ എൻ യേശുവേ, ദൈവമേ എൻ യേശുവേ, സൃഷ്ടാവാം ദൈവമേ എൻ യേശുവേ, നിത്യനാം ദൈവമേ എൻ യേശുവേ, ഉന്നതനാം നായകനേ, വന്ദിതനാം നായകനേ, സൗഖ്യം
ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. നമ്മുടെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. അല്പം കൊണ്ട് മതിയെ കൊണ്ട് പ്രവർത്തിക്കുന്ന ദൈവം ഇവിടെ കടന്നു ജനത്തെ സ്പർശിക്കുന്ന ആത്മാവിനെ വിടുതൽ ഈ പകൽക്കാലം വെളിപ്പെടുമ്പോൾ അത് രോഗസൗഖ്യമായി മാറുകയാണ്. അത് രോഗസൗഖ്യമായി മാറുകയാണ്. അത് ആത്മാവിന്റെ വിടുതലായി മാറുകയാണ്. അത് തലമുറയുടെ ഉദ്ധാരണമായി മാറുകയാണ്. നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. രാജാവേ, ഞങ്ങളെ സ്തുതിക്കുന്നു. ആരാധനയ്ക്ക് യോഗ്യരായവരെ ഞങ്ങളെ വാഴ്ത്തുന്നു. മഹത്വത്തിന് പ്രത്യാശയായവരെ ഞങ്ങളെ സ്തുതിക്കുന്നു. നമ്മുടെ ദേഹിതകി ആത്മാവിനെ ദൈവകരങ്ങളിലേക്ക് നമുക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കാം. നമ്മെ തന്നെ ഒരു ആരാധനയായി സമർപ്പിക്കാം. ദൈവത്തിന് മുൻപാകെ കഴിക്കുന്ന ഒരു സുഗ്രാഹ്യമായ യാഗമായി ഈ ആരാധന തീരേണ്ടതിന് യാഗപീഠത്തിന്റെ മേൽ സമ്പൂർണ്ണമായി സമർപ്പിക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഈ പകൽ ദൈവ പാദപീഠത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് ഉയർന്ന പൊങ്ങിയുള്ള സിംഹാസനത്തിലുണ്ട്. സാരാവിൽ നിന്ന് അവനെ ആരാധിക്കുമ്പോൾ വിളിച്ചു പറയുന്നു, അങ്ങ് പരിശുദ്ധനാണ്, അങ്ങ് പരിശുദ്ധനാണ്, അങ്ങ് പരിശുദ്ധനാണ്. നമ്മുടെ ദൈവം പരിശുദ്ധനാണ്. കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു. കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു. നമ്മുടെ ദൈവത്തിന് കൊടുത്ത് ആരാധന ദൈവത്തിന് അർപ്പിച്ച് സ്തുതി സ്തോത്രം ദൈവത്തിന് അർപ്പിച്ച് തെക്ക് നിന്നും വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും കിഴക്ക് നിന്നും ഈ രാജ്യത്തിന്റെ വിവിധ ദിശകളിൽ നിന്ന് ഒന്നിച്ച് ഈ പട്ടണത്തിൽ കൂടി കഴിക്കുന്ന ആരാധനക്കകത്ത് ദൈവത്തിന്റെ മഹത്വം ഇറങ്ങട്ടെ. കയ്യിൽ കുരുത്തോലയുമായി വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർ ചേർന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ
നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ജയമൻ മുമ്പോട്ട് കടന്നു വന്ന് തുടർന്നുള്ള ആരാധനയ്ക്കായി ചുരുക്കമായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവകരങ്ങളൊക്കെ നമ്മൾ മഹത്വം ദൈവത്തിന് കൊടുക്കാം, ആരാധന ദൈവത്തിന് കൊടുക്കാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ജീവനുള്ള ദൈവത്തിന്റെ മക്കളായി ജീവനോടെ കടന്നു വന്ന് ജീവനുള്ള ദേശത്ത് നീ ആരാധിപ്പാൻ നിന്റെ മക്കളെ നീ കൂട്ടിക്കൊണ്ടുവന്ന വലിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. പരിശുദ്ധ ആത്മാവേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. നിന്നെ പാടി ആരാധിച്ചപ്പോൾ നിന്റെ സാന്നിധ്യം ഞങ്ങൾ നിറയുവാൻ സാധിച്ചത് ദൈവമേ. തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം അങ്ങയുടെ സാന്നിധ്യത്തിനായി അടിയൻ പ്രാർത്ഥിക്കുകയാണ്. ആദ്യയോടെ പരിശുദ്ധ ആത്മാവേ, നീ തന്നെ നിയന്ത്രിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെല്ലാം നീ മാനിക്കണം. ശുശ്രൂഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ളതിന് ദൈവഭക്തന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. പുരുഷന്റെ മറവിൽ നിർത്തി അവരെ ശുശ്രൂഷിക്കാനുള്ള കഴിവും കൃപയും നീ ധാരാളമായി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുന്ന മക്കളെ നിർത്തരങ്ങളിലേക്ക് പറ്റി പ്രാർത്ഥിക്കുന്നു. തിരുസാന്നിധ്യ ബോധത്തോടെ അവരെ എത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പക്ഷ സമസ്ത വിഷയങ്ങളെ ഒരു പ്രാവശ്യം കൂടെ തിരുസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടതിനാൽ സ്തോത്രം. സകലമാനവും ബഹുത്വവും പിതാവിനും യേശുവിൻ നാമത്തിൽ തന്നെ. അവിടെ ആയിരുന്നാലും പ്ലീസ് ബി സിറ്റഡ്. താങ്ക് യു. പ്രാർത്ഥനയുടെ ദൈവസന്നിധിയിലായിരിക്കുക. തുടർന്നുള്ള ചില മിനിറ്റുകൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കോയി വർഗീസ് അവர்கள் സങ്കീർത്തനത്തിലൂടെ ദൈവം കൊടുത്ത ചില ചിന്തകൾ നമ്മുടെ അറിയിക്കും. ദൈവദാസനെ അതിനായി ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. കരങ്ങളെടുത്ത് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. വലിയ ദൈവിക സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. അത് അനുഭവിക്കുന്നവർക്ക് മാത്രം കരങ്ങൾ ഉയർത്തി വീശി വീശി കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ഇന്ന് വാസ്തവമായി അനുഗ്രഹിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. സഹോദരം, കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഹല്ലേലൂയ, പ്രത്യേകിച്ച് വേദിയിലായിരിക്കുന്ന കർത്തദാസന്മാർക്കും കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കള്, സഹോദരി സഹോദരന്മാർക്ക് എല്ലാവർക്കും ഹല്ലേലൂയ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തില് എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾക്കും സഭയായി കടന്നു വന്ന് ഇവിടെ ഈ കമ്പൈൻഡ് വർഷിപ്പില് പങ്കെടുക്കുവാൻ കർത്താവ് നൽകി തന്ന സാവകാശത്തിനായി ഞാൻ ആദ്യമായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 16 സങ്കീർത്തനത്തിൽ നിന്ന് ഞാൻ അധിക സമയം എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ഒത്തിരി ശുശ്രൂഷകള് ഉള്ളതുകൊണ്ട്, കർത്താവിന്റെ ദാസന്മാർ ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചില വാക്യങ്ങൾ വായിച്ച് ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. 16 സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം ഇങ്ങനെ വായിക്കും: ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ. ഹല്ലേലൂയ. തന്നെ ശരണമാക്കുന്നവരെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. കാര്യങ്ങൾ വീണ്ടും നമുക്ക് പറയാം, കർത്താവ് എന്നെ കാക്കുന്ന ദൈവമാ. നമ്മളെ സകല കഷ്ടങ്ങളിൽ നിന്നും, നമ്മളെ സകല പ്രയാസങ്ങളിൽ നിന്നും, നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും നമ്മളെ കാത്ത് പരിപാലിക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. അതിനാലാണ് നമ്മൾ ഈ കർത്താവിനെ നമ്മൾ സേവിക്കുന്നത്. ഈ കർത്താവിനെ സേവിക്കുന്നുണ്ട് നമുക്ക് ഒരു നഷ്ടവുമില്ല. അറിച്ച് നമ്മളെ ഏത് വഴികളിൽ സൂക്ഷിക്കുന്ന ഒരു കർത്താവാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 3-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഭൂമിയിലെ വിശുദ്ധന്മാർ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ. കർത്താവിനെ സ്വീകരിച്ച കർത്താവിന്റെ മക്കളായി തീർന്ന എല്ലാ വിശുദ്ധന്മാരും എന്റെ കർത്താവിന് ശ്രേഷ്ഠന്മാരാണ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവർ കാര്യം കൊടുത്തു പറ, ഞാൻ എന്റെ കർത്താവിൽ ഞങ്ങൾ ശ്രേഷ്ഠന്മാരാണ്. ഹല്ലേലൂയ. പ്രിയ സഹോദര, ഈ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവിന് ശ്രേഷ്ഠനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനും നീയും കർത്താവിന് ശ്രേഷ്ഠന്മാരാണ്. ഹല്ലേലൂയ. നദിയോട് സഹോദരൻ, അവന്റെ വിശുദ്ധന്മാരാണ്, അവന് ശ്രേഷ്ഠന്മാര്. ഹല്ലേലൂയ. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അവരുടെ രക്തവാരിയ വിധികളെ ഞാൻ അർപ്പിക്കുകയില്ല. അവരുടെ നാമത്തെ എന്റെ നാവിന്മേൽ എടുക്കുകയുമില്ല. ഹല്ലേലൂയ. ദാവീദിന്റെ പ്രതിഷ്ഠയാണ്. ഹല്ലേലൂയ. നദിയോട് സ്തോത്രം. നമ്മുടെ പ്രതിഷ്ഠ അതായിരിക്കട്ടെ. ഹല്ലേലൂയ. അന്യ ദൈവന്മാരുടെ ഹല്ലേലൂയ വാക്കുകൾ എന്റെ നാവിന്മേൽ എടുക്കുകയില്ല. അതിന്റെ 5-ാം വാക്യം ആർക്കെങ്കിലും ഒന്ന് ശബ്ദം എഴുതി വായിക്കാം. 5-ാം വാക്യം. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളുടെ അവകാശം, നമ്മൾ അവകാശമാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങള് നമ്മളെ ദൈവത്തിൽ സമർപ്പിച്ചാൽ ഹല്ലേലൂയ, അവൻ നമ്മുടെ പാനപാത്രം ഏറ്റെടുക്കും. കാര്യങ്ങൾ നമുക്ക് സ്തുതിക്കാമോ? ഹല്ലേലൂയ. നമ്മളെ ദൈവത്തിന് സമർപ്പിക്കണം. നമ്മളെ സമർപ്പിക്കുമ്പോഴാണ് കർത്താവ് ബാക്കി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത്. ഹല്ലേലൂയ. അതായത് സുവിശേഷം 6:33 ഇങ്ങനെ വായിക്കുന്നു:
തരും. കാര്യങ്ങൾ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം റോമാലേഖനം 11-ാം അധ്യായത്തില് ഹല്ലേലൂയ കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ ചോദിക്കുകയാണ്, ഒടുവിലത്തേക്ക് വരുമ്പോൾ 11-ാം അധ്യായത്തിന്റെ ഒടുവിലത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന്റെ മനസ്സറിഞ്ഞ് വരാറ് എന്ന് ചോദിച്ചു തുടങ്ങിയിട്ട് 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, 12-ാം അധ്യായം റോമാലേഖനം 12-1 വാക്യം ഒന്ന് വായിക്കാമോ? സ്തോത്രം, സ്തോത്രം. ഞാൻ പെട്ടെന്നായിരുന്നോളാം. സ്തോത്രം, സ്തോത്രം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലും ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ബുദ്ധിയുടെ ആരാധനയായി നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയുമുള്ള ദൈവത്തിന്റെ പ്രസാദമുള്ള യാഗമായി നമ്മൾ സമർപ്പിക്കണം. നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ യാഗമായി സമർപ്പിക്കണം. ഹല്ലേലൂയ, നദിയോട് സ്തോത്രം. നമുക്കറിയാം മോശയെ ദൈവം അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചപ്പോഴ് മോശയോട് ദൈവം ചോദിച്ചു, മോശ പറഞ്ഞു എനിക്ക് ഇതിനൊന്നുള്ള കഴിവില്ല എന്നെല്ലാം പറഞ്ഞ് ഞാൻ എങ്ങനെ ചെന്ന് ഫറവോനെ ഫേസ് ചെയ്യും എന്ന് ചോദിച്ചപ്പോഴേ മോശയോട് ദൈവം ചോദിച്ചു, നിന്റെ കയ്യിലിരിക്കുന്നത് എന്താണ്? സ്വതന്ത്രം. അല്ലെങ്കിൽ മോശ പറഞ്ഞു, എന്റെ കയ്യിലിരിക്കുന്നത് വടിയ, അത് നിലത്തിടാൻ പറഞ്ഞു. നിലത്തിട്ടപ്പോഴ് അല്ലെങ്കിൽ എന്തായി തീർന്നു? പാമ്പായി തീർന്നു. ഹല്ലേലൂയ. അതിന്റെ വാലിൽ പിടിച്ചപ്പോൾ വീണ്ടും അത് വടിയായി തീർന്നു. ഹല്ലേലൂയ, നദിയോട് സ്തോത്രം. ഹല്ലേലൂയ. ആ ഒരു ഹല്ലേലൂയ സ്തോത്രം. അതിനുശേഷം തന്റെ കയ്യിലിരുന്ന വടിയുടെ പേര് മാറി. എന്താണെന്നറിയാമോ? ആ വടിയുടെ പേര് ദൈവത്തിന്റെ വടിയായി അത് മാറുവാൻ ഇടയായി തീർന്നു. പ്രിയ ദൈവമേ, നിന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ നിന്റെ പേര് മാറും. ഹല്ലേലൂയ. ദൈവ പൈതലായി മാറുകയാണ്. പിന്നെ നീ അല്ല, നിന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, നദിയോട് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നീ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം, നീ ദൈവത്തിന്റേതായി മാറി. പിന്നെ മോശയ്ക്ക് ഈ വടിയെടുക്കുമ്പോഴൊരു പേടിയുണ്ട്. എന്താണെന്നറിയാമോ? ഇത് നിലത്ത് വീണാൽ എന്തായി മാറും? പാമ്പായി മാറും. അതുകൊണ്ട് താൻ ഇത് വളരെ സൂക്ഷിച്ചേ പിടിക്കും. സോദരം, അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിച്ച് അല്ലെങ്കിൽ ഉപയോഗിച്ചാൽ അങ്ങ് നമ്മുടെ നിത്യതയിൽ നമ്മളെ കൊണ്ടെത്തിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നമ്മളെ ദൈവത്തിന്റെ കാര്യങ്ങൾ സമർപ്പിച്ചാൽ അവൻ നമ്മുടെ പാനപാത്രത്തിന്റെ പങ്ക് അവൻ ഏറ്റെടുക്കും. മാത്രമല്ല അവൻ നമ്മുടെ ഓഹരിയ. ഹല്ലേലൂയ, നദിയോട് സ്തോത്രം. നമ്മുടെ ഓഹരി അവൻ പരിപാലിക്കും. നമുക്ക് വേണ്ടി അവൻ കരുതുന്നവനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ എനിക്കായി കരുതുന്നവനാകിയാൽ സകല ചിന്താകുലങ്ങളും, അല്ലെങ്കിൽ സകലമല്ല സകലം, സകല ചിന്താകുലങ്ങളും അവന്റെ പേരിട്ട് കൊടുക്കുക. ധൈര്യമായി നമുക്ക് നമ്മുടെ സകല ചിന്താകുലങ്ങളും അവന്റെ പേരിടാം. എന്തുകൊണ്ട്? നമ്മൾ അവന്റെ മക്കളാ. അല്ലെങ്കിൽ അവന്റെ മക്കളെങ്കിൽ നമ്മൾ അവകാശികളുമാ. അവന്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ഈ ഭാഗത്തുനിന്ന് വളരെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും സഹോദര സമയം ചുരുക്കം കൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കിയാണ്. കർത്താവിന്റെ കാര്യങ്ങൾ നമ്മളെ സമർപ്പിക്കാം. കർത്താവ് നമ്മളെ വാസ്തവമായി സഹായിക്കും. ഈ വചനങ്ങളെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇത്രത്തോളം സമയം അനുവദിച്ച കർത്താവിന്റെ ദാസനോടുള്ള എന്റെ നന്ദിയെ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളിൽ നിന്ന് ഇരിക്കുന്നു. നമ്മെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി ഒരു പ്രാവശ്യം കൊണ്ട് കരമെടുത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാം. വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് സങ്കീർത്തനത്തിലൂടെ നല്ല ചില ആലോചനകളെ വചനത്തിലൂടെ നമുക്ക് കേൾപ്പാനായിട്ട് സഹായിച്ചു. ഒന്ന്, സൃഷ്ടാവിനെ അറിയുക, സൃഷ്ടിതാവായ ദൈവത്തെ അറിഞ്ഞാരാധിക്കുക. 2-5 വാക്യത്തിലൂടെ ഓർപ്പിച്ചത് നമുക്കൊക്കെ ഒരു അവകാശം ദൈവം നൽകിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദ ഇൻഹെറിറ്റൻസ് ഓഫ് ഗോഡ്. ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിച്ച ഒത്തിരി അവകാശങ്ങളുണ്ട്. ഓർപ്പിച്ചത് മോശയുടെ കരത്തിൽ ഇരുന്നത് വടിയാണ്. അത് ദൈവരങ്ങൾ ഏൽപ്പിച്ചപ്പോൾ അധികാരത്തിന്റെ ഒരു അവകാശമാക്കി ദൈവത്തിനെ തീർക്കുവാനിടയായി. ഈ പകലിൽ കേൾക്കപ്പെട്ട വചനത്തെ ഓർത്ത് ഒരു പ്രാവശ്യം കരമെടുത്ത് കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. വേദിയിലായിരിക്കുന്ന അഭിഷിക്തന്മാരെ ഓർത്ത് സ്തോത്രം, കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രാരംഭത്തിൽ സ്വാഗതം ചെയ്യട്ടെ. ഇന്ന് ഈ കമ്പൈൻബർഷിപ്പിൽ അതിഥിയായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യത്തിലായിരിക്കുന്ന ബഹുമാന്യ ദൈവദാസൻ പാസ്റ്റർ കോശി ഉമ്മൻ അവരുടെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. കഴിഞ്ഞ പകലും ഈവനിങ്ങിലും ഇവിടെ നടന്ന മീറ്റിംഗിൽ ഉപവാസ പ്രാർത്ഥനയായിരുന്നുവല്ലോ. അതിൽ സംബന്ധിച്ചവർക്ക് ശുശ്രൂഷ അനുഭവിക്കാനും അധികം മനസ്സിലാക്കുവാനും പരിചയപ്പെടുവാനും അവസരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ കൂടുതൽ ആൾക്കാർക്കും അതിന് കഴിയാത്തവരാണല്ലോ. ഞങ്ങൾക്ക് വളരെ ദീർഘവർഷങ്ങളുടെ ബന്ധങ്ങളുണ്ട്. മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരി
1991 മുതൽ 94 വരെ ദൈവത്തിന്റെ വചനം പഠിപ്പാനുള്ള സാവകാശം കർത്താവ് ഒരുക്കി. അതേ സ്തോത്രം. അന്ന് മുതൽ ബഹുമാന ദേവദാസിനെ ഞാൻ സ്നേഹിക്കുന്നു, ശുശ്രൂഷയെ ഞാൻ സ്നേഹിക്കുന്നു. വളരെ ശക്തിയോടെ കർത്താവ് ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഭിഷിക്തനാണ്. ഇപ്പോൾ റാന്നിയിൽ സഭയുടെ ശുശ്രൂഷയും അപ്പോൾ തന്നെ ബൈബിൾ കോളേജിന്റെ അധ്യാപകനായും വളരെ ദീർഘവർഷങ്ങളായി കർത്താവിനെ ശുശ്രൂഷിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ രാജ്യത്ത് അതേ സ്തോത്രം കടന്നു വന്നപ്പോൾ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടേക്ക് കടന്നു വരുവാനുള്ള സാവകാശം കർത്താവ് ഒരുക്കി. നമ്മുടെ കമ്പൽ വർഷിപ്പിൽ ആദ്യമായിട്ടായിരിക്കുന്ന ബഹുമാന്യ ദൈവദാസനെ നമുക്ക് ഒന്നിച്ച് ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം കോൺഫറൻസിന്റെ വിവിധ രാജ്യങ്ങളിൽ കടന്നുപോയി ശുശ്രൂഷിപ്പാനൊക്കെ അഭിഷേകത്തിന് കർത്താവ് ഉപയോഗിക്കുന്നു. കഴിഞ്ഞ പകലിലും രാത്രികളിലും വളരെ ആഴത്തിലുള്ള ചില വചനങ്ങളെ കേൾക്കുവാൻ, വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ ദൈവാത്മാവിന്റെ സ്പർശനം അനുഭവിപ്പാനായിട്ട് അവസരം ഞങ്ങൾക്ക് ഒരുക്കി കർത്താവ് ഉപയോഗിക്കുന്നതോർത്ത് ദൈവത്തിന് നന്ദി കരേറ്റുന്നു. നമ്മുടെ അഭിഷിക്തന്മാരായി വിവിധ ഇടങ്ങളിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ നമ്മുടെ മധ്യത്തിലുണ്ട്. പാസ്റ്റർ PC സേവ്യർ അവറുകൾ, പാസ്റ്റർ റോയ് വർഗീസ് അവറുകൾ, പാസ്റ്റർ അതിസ്തോത്രം സോജൻ അവറുകൾ, ഇവാഞ്ചലിസ്റ്റ് ബൈജു ഈശോ, ഇവാഞ്ചലിസ്റ്റ് അച്ചു ബേബി തുടങ്ങിയ അഭിഷിക്തന്മാരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകലുകൾ മുതൽ ഇവിടെയുള്ള ഉപവാസ പ്രാർത്ഥന സഭയോട് ചേർന്ന് ഇവിടെ ആയിരിക്കും കർത്താവ് സഹായിച്ചു. അതുപോലെ തന്നെ അതേ സ്തോത്രം മാഞ്ചസ്റ്റർ, ലിവർപൂൾ, ലീഡ്സ്, കീറ്റ്ലി, സ്കോട്ട്ലൻഡ്, അതേ സ്തോത്രം ഇതിന്റെ പരിസര ഭാഗങ്ങൾ, അങ്ങനെ ഈ എല്ലാ ഇടങ്ങളിൽ നിന്നുമായി ഈ ആരാധനയിൽ സംബന്ധിച്ചിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിന്റെ മഹത്വം അർഹിക്കുകയും അർപ്പിക്കുകയും നിങ്ങളെ ഹാർദവമായി ഒരു പ്രാവശ്യം കൂടി ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് ആത്മാവിൽ സത്യത്തിലും ആരാധിച്ച് ദൈവകൃപ പ്രാപിക്കുന്ന ഒരു അനുഭവം ദൈവം നമുക്കിങ്ങനെ ഒരുക്കിയല്ലോ. വളരെ സന്തോഷമുള്ള ഒരു അനുഭവമാണ്. പലർക്കും ഈ മീറ്റിംഗിൽ കടന്നു വരുവാനായിട്ട് കഴിഞ്ഞില്ല. ആഗ്രഹിച്ചവർക്ക് പോലും പലർക്കും കടന്നു വരുവാനായിട്ട് കഴിയാത്ത അവസരമുണ്ടായി. എന്നാൽ ഈ മീറ്റിംഗിൽ സംബന്ധിപ്പാനായി അവസരം ലഭിച്ച ദൈവജനത്തെ ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുകയാണ്. ഈ പട്ടണത്തിൽ കർത്താവിന്റെ വേല ആരംഭിച്ചിട്ട് വളരെ വർഷങ്ങളായി. മറ്റുള്ള പട്ടണങ്ങളെ പോലെ ഒത്തിരി മലയാളികൾ ഈ പട്ടണത്തിൽ ഇല്ല. എങ്കിലും കർത്താവിനെ ആരാധിക്കുന്ന ഒരു ചെറിയ കൂട്ടം ഈ ദേശത്ത് കർത്താവിന് വേണ്ടി ഒരുക്കുവാനിടയായി തീർന്നു. അതേ സ്തോത്രം. വളരെ ഉത്സാഹത്തോടെ ആ പ്രിയപ്പെട്ടവർ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചുമല് കൊടുത്ത് കർത്താവിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നിൽക്കുന്നത് കഴിഞ്ഞ ദീർഘ വർഷങ്ങളായി കാണുവാൻ കർത്താവ് അവസരത്തെ ഒരുക്കി. അതേ സ്തോത്രം. നാം ഓടുന്നതും നാം അധ്വാനിക്കുന്നതും ഒന്നും വൃഥാവാകുകയില്ല. അതിനൊക്കെ ഒരു പ്രതിഫലം തരുന്ന ഒരു ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. കരകൊണ്ട് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. വളരെ ഈ ചെറിയ ചർച്ച്, കുറച്ചു കുടുംബങ്ങൾ മാത്രമുള്ള ഈ സഭ വളരെ അധ്വാനിച്ചു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അവരുടെ ക്രമീകരണങ്ങൾ, ഉപവാസ പ്രാർത്ഥനയ്ക്ക് മറ്റൊരു ഹാൾ എടുത്തു താമസിപ്പാൻ ദൈവദാസന്മാർക്ക് അതേ സ്വതന്ത്ര വീടുകളുടെ ക്രമീകരണങ്ങൾ. ഈ ഹോള് ഇത് വളരെ പൈസ കൊടുത്താണ് ഇന്ന് ഈ ഹോൾ ഇവിടെ ഹയർ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ചെലവാക്കുവാനും പ്രവർത്തിപ്പാനും വളരെ ഉത്സാഹിതരായ അതേ ഒരു കൂട്ടം വിശ്വാസികളെ, കുറച്ചു കുടുംബങ്ങളെ ഉള്ളെങ്കിൽ പോലും ദൈവകൃപയിലും ഐക്യതയിൽ നിന്ന് പ്രവർത്തിക്കുന്നത് കാണുവാൻ കർത്താവ് ഇടയാക്കി. ദൈവത്തിന്റെ കരുതലുകൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എപ്പോഴും അടിസ്ഥാനം സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ മുകളിലോട്ട് പണിയാനായി കഴിയത്തുള്ളൂ. ഏതൊരു പണിക്ക് അതിന്റെ ഉയർച്ചയ്ക്ക് മുമ്പ് ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തെ സ്ട്രോങ് ആക്കുകയാണ്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. ഈ സഭയുടെ അടിസ്ഥാനം ദൈവം ഉറപ്പാക്കി കെട്ടുറപ്പോടും ദൈവകൃപയോടും കാഴ്ചപ്പാടോടും കൂടെ അടിസ്ഥാന കല്ലുകളാക്കി ദൈവം നിർത്തിയിരിക്കുന്ന കുടുംബങ്ങളെ ഒരുക്കിയെടുക്കുമ്പോൾ ഞാൻ ആത്മാവിൽ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. വരും ദിവസങ്ങളിൽ ബഹുനല്ല കെട്ടിടം ഇവിടെ ഉയരുവാൻ പോവുകയാണ്. കുടുംബങ്ങൾ ചേർന്ന് ദൈവത്തെ ഈ പട്ടണത്തിൽ ആരാധിപ്പാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന എത്ര പേര് പകൽ ദൈവസന്നിധിയിലുണ്ട്? അവർ കരങ്ങളെ ചേർത്തടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തട്ടെ. ദൈവത്തിന്റെ മഹാതേജസ്, ദൈവത്തിന്റെ മഹാമഹത്വം ഈ ദേശത്ത് ഇറങ്ങി സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന വലിയൊരു കൂട്ടത്തെ ഈ ദേശത്ത് നിന്ന് ദൈവം വേർതിരിക്കുന്നത് ഓർത്ത് മഹത്വം ദൈവത്തിന് കൊടുക്കുകയാണ്. നമ്മുടെ ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഒരു കാര്യം എനിക്കറിയാം. സ്തോത്രം.
ഹല്ലേലൂയ. ദൈവത്തിന്റെ ആ ശബ്ദം കേട്ട് അവൈലബിൾ ആകുവാൻ, അതിനെ ഏറ്റെടുക്കുവാൻ ആര് വിധേയപ്പെടുമോ അവിടെയെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്നത് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങൾ കേട്ടല്ലോ, നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ എക്സ്പീരിയൻസ് ഒന്നുമല്ല ദൈവം നോക്കുന്നത്. ആര് ദൈവ പ്രവൃത്തിക്ക് വേണ്ടി അവൈലബിൾ ആകും, ആര് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അടിയനിതാ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കും, അവരിലൂടെയാണ് ദൈവ പ്രവൃത്തി കർത്താവ് ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. ആ ദൈവ പ്രവൃത്തി പട്ടണത്തിൽ ഒരു ദിവസത്തിൽ കർത്താവ് ചെയ്യട്ടെ. ഞാൻ അതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഇവിടെ അത് സാധാരണ മെമ്പർഷിപ്പിൽ നടക്കാത്ത ഒരു ശുശ്രൂഷ കൂടെ ഇവിടെ നടക്കുന്നുണ്ട്. ഈ സഭയുടെ ശുശ്രൂഷകനായി അതേ കഴിഞ്ഞ ദീർഘനാളുകളായി സേവനം അനുഷ്ഠിക്കുകയും കർത്താവിന്റെ വേലയിൽ അഹോരാത്രം അധ്വാനിക്കുകയും ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ബൈജു ഈശോ അവരുകളെ കർത്താവിന്റെ ആ വേലയ്ക്ക് വേണ്ടി വിളിച്ചിരിക്കുന്ന വിളിയും അതിന്റെ അതേ സ്വതന്ത്രം ആ തെരഞ്ഞെടുപ്പും കർത്താവിന്റെ ദാസനും ദൈവസഭയ്ക്കും ഞങ്ങൾക്കും അത് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ കർത്താവ് വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വേർതിരിച്ച് അതേ സോദരം പാസ്റ്ററൽ മിനിസ്ട്രിക്ക് വേണ്ടി ഓർഡർ ചെയ്ത് ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഒന്നിച്ച് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കുകയാണ്. ആ ഒരു ശുശ്രൂഷ കൂടെ ഇന്നിവിടെ നടക്കുന്നുണ്ട്. കർത്താവിന്റെ വേല 2002 മലയാള ക്രിസ്ത്യൻ ചർച്ചിന്റെ പ്രവർത്തനം കർത്താവിനാൽ ആരംഭിക്കപ്പെടുവാനിടയായത്. ഒരു വീടുകളിൽ വെച്ച് ആരംഭിച്ച ഈ പ്രവർത്തനത്തെ ഇന്ന് നോർത്ത് വെസ്റ്റ് ഭാഗത്തും സ്കോട്ട്ലൻഡിലുമായി ദൈവത്തെ ആരാധിക്കുന്ന ചെറിയ ചെറിയ കൂടുവരിവുകളാണെങ്കിൽ പോലും ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ചെറിയ കൂട്ടത്തെ ഈ രാജ്യത്ത് വാർത്തെടുക്കുവാൻ ഈ പ്രവർത്തനം മുഖാന്തരമായി മാറി. അതിനുവേണ്ടി ഉപയോഗിക്കപ്പെട്ടത് ഇതിന്റെ അഭിഷിക്തന്മാരെയാണ്, ഇതിൽ കടന്നു വന്ന ദൈവത്തിന്റെ ജനത്തെയാണ്. ഒരേ ദർശനത്തോടും ഒരേ കാഴ്ചപ്പാടോടും കൂടെ ഒരേ സമർപ്പണത്തോടും കൂടെ കഴിഞ്ഞ ദീർഘനാളുകളിൽ കർത്താവിന് വേലയ്ക്ക് വേണ്ടി ചുമല് കൊടുത്ത് നിന്നതാണ് ഈ ഹല്ലേലൂയ അതേ കൂട്ടായ്മ ഇത്രത്തോളം വളരുവാൻ സർവശക്തനായ കർത്താവ് സഹായിച്ചത്. ദൈവത്തിന്റെ പ്രവൃത്തി ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് അതേ സ്തോത്രം പോകുന്ന ശുശ്രൂഷകന്മാരെ ദൈവസഭയിൽ ഓർഡർ ചെയ്ത് വേർതിരിപ്പാൻ കഴിഞ്ഞ കോൺഫറൻസിൽ കർത്താവ് അവസരത്തെ ഒരുക്കി. ഹല്ലേലൂയ. അതിനുശേഷമായി ഇന്ന് ഇങ്ങനെ ഒരു അവസരം കൂടെ കർത്താവ് ഒരുക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുകയാണ്, സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഇതിനോടുള്ള ബന്ധത്തിൽ പറയുവാനും പഠിപ്പിക്കാനും ഒക്കെ ഉണ്ട്. എന്നാൽ ആ തരണത്തിൽ ഇന്ന് നമുക്ക് ഒത്തിരി സമയം അതിനുവേണ്ടി വേർതിരിപ്പിക്കാനായിട്ട് കഴിയുകയില്ലല്ലോ. എങ്കിലും കമ്പിവാചകം പോലെ ചില കാര്യങ്ങളെ ഓർപ്പിച്ച് ആ ശുശ്രൂഷകൾ നിർവഹിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പ്രാരംഭത്തിൽ കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ബൈജു അവരുകളെ ഓർഡൈൻ ചെയ്ത് വേർതിരിച്ചതിന് ശേഷം തുടർന്നുള്ള ശുശ്രൂഷകളിലേക്ക് നമ്മൾ ഒന്നിച്ച് പ്രവേശിക്കും. വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. സ്തോത്രം. ദൈവത്തിന്റെ രാജ്യത്തിന്റെ പണി എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചു, വിരലിലെണ്ണാകുന്ന വ്യക്തികളെ കൊണ്ട് ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ്, ഒരു മാർഗമാണ് ക്രിസ്തീയ മാർഗം എന്ന് പറയുന്നത്. കടൽക്കരയിൽ നടക്കുന്ന ഹല്ലേലൂയ വ്യക്തികളിലേക്ക് കർത്താവ് ചെന്ന് പറഞ്ഞു, വരിക, ഞാൻ നിന്നെ മനുഷ്യനെ പിടിപ്പിക്കുന്നവനാക്കാം. ചുങ്കം പിരിക്കുന്നവനെന്ന് പറഞ്ഞു, വരിക, എന്നെ അനുഗമിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ വിവിധ തുറമുഖങ്ങളിൽ വിവിധ സാഹചര്യങ്ങളിലായിരുന്ന ദൈവത്തിന്റെ ജനം കർത്താവിന്റെ വിളി കേട്ട് യേശുവിനെ അനുഗമിപ്പാൻ ഇടയായി തീർന്നു. അവരിലൂടെ ആരംഭിക്കപ്പെട്ട ഈ മാർഗം ഇന്ന് ലോകത്തെമ്പാടുമുള്ള ഒരു വലിയ മാർഗമാക്കി പരിശുദ്ധാത്മാവ് ദൈവസഭയെ വളർത്തുവാനിടയായി. അതിന് കാരണം ഇതിന്റെ സ്ഥാപകൻ സർവശക്തനായ കർത്താവാണ്. ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി കാൽവറിയിൽ തകർത്ത് ആ രക്തത്താൽ മേലേക്ക് വാങ്ങിയ യേശുക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ട ദൈവസഭ, ആ സഭ ഹല്ലേലൂയ വചനം വിളിച്ചു പറയുന്നു, ഗോപുരങ്ങൾ ഇതിനെ തകർക്കുകയില്ല. കാരണം ഇതിന്റെ നാഥൻ കർത്താവായ യേശുക്രിസ്തുവാണ്. നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. ഇതിനെ വളരുമാറാക്കുന്ന സഭയുടെ ഉടമസ്ഥനായ ഹല്ലേലൂയ സ്ഥാപകനായ കർത്താവിന്റെ പ്രവൃത്തി ഓർത്ത് ഞാൻ ദൈവത്തിന്റെ മഹത്വം ഈ പകലിൽ വീണ്ടും അർപ്പിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. പുതിയ നിയമസഭയിൽ അതേ സ്തോത്രം ഇടേ ശുശ്രൂഷ ചെയ്യുവാൻ ത്രിയേക ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട ശുശ്രൂഷകന്മാരെ കൈവച്ച് പ്രാർത്ഥിച്ച് ആശീർവദിക്കുകയും പരസ്യമായി അവരെ പൊതുസഭയുടെ അതേ
സ്തോത്രം ആ മധ്യത്തിൽ സഭയുടെ സീനിയേഴ്സ് പാസ്റ്റേഴ്സായ ശുശ്രൂഷകന്മാര് ഒന്നിച്ചു ചേർന്ന് അവരെ വിളിച്ചിരിക്കുന്ന ശുശ്രൂഷയ്ക്കായിട്ട് അതേ സ്തോത്രം അവരെ അംഗീകരിക്കുകയും വേർതിരിക്കുകയും ചെയ്യുന്ന ശുശ്രൂഷയാണ് ഓർഡിനേഷൻ എന്ന് പറയുന്നത്. ചിലർ ചിന്തിക്കുന്നത് സുവിശേഷകന്മാരെ അതേ സ്തോത്രം അവർക്ക് കുറച്ചു നാൾ സുവിശേഷകരായതിനു ശേഷം ഒരു പ്രമോഷൻ കൊടുത്ത് അവരെ പാസ്റ്റർ ആക്കുന്നു, അതേ സ്തോത്രം എന്നുള്ളതാണ്. അങ്ങനെയല്ല. ദൈവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സുവിശേഷകനെയും ഒരു പ്രവാചകനെയും ഒരു ഉപദേഷ്ടാവിനെയും ഒരു പ്രമോഷനും കൊടുത്ത് പാസ്റ്ററാക്കാനായി കഴിയുകയില്ല. ഹല്ലേലൂയ. പിന്നെ കഴിയുന്നത് എന്താണ്? സുവിശേഷകന്മാരെ അല്ലെ പാസ്റ്ററൽ മിനിസ്ട്രിക്ക് വേണ്ടി കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിന്റെ വെളിയും തെരഞ്ഞെടുപ്പും ബോധ്യപ്പെടുമ്പോ അവരെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിപ്പാനായിട്ട് കഴിയും. അതാണ് ഇന്നിവിടെ നടക്കുന്നത്. അല്ലാതെ ഒരു പരിണാമ സിദ്ധാന്തം പോലെ മാറി മാറി കടന്നു വരുന്ന ഒരു സിദ്ധാന്തമല്ല ആത്മീയ ശുശ്രൂഷ എന്ന് പറയുന്നത്. പുതിയ നിയമസഭയ്ക്ക് ദൈവം നിയമിച്ചു തന്നിരിക്കുന്ന ശുശ്രൂഷകന്മാരുടെ അതേ വൃന്ദത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് എഫേസ്യ ലേഖനത്തിനകത്തൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ അഭിഷിക്തന്മാരെ അതാത് സമയങ്ങളിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി പുതിയ നിയമസഭയിലും പഴയ നിയമത്തിനകത്തും പ്രാർത്ഥിച്ച അഭിഷിക്തന്മാരാൽ വേർതിരിക്കുന്ന ശുശ്രൂഷ ദൈവവചനത്തിനകത്തൂടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോസ്തലരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വേദവാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ആത്മാവും ജ്ഞാനവും നല്ല സാക്ഷ്യവുമുള്ള 7 പുരുഷന്മാരെ കർത്താവിന്റെ മേശയിൽ ശുശ്രൂഷിക്കേണ്ടതിന് അവരെ തെരഞ്ഞെടുത്ത് അഭിഷിക്തന്മാരാൽ അപ്പോസ്തലന്മാരാൽ അവരെ കൈവച്ച് പ്രാർത്ഥിച്ച് വേർതിരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. കൈവയ്ക്കുക, പ്രാർത്ഥിച്ചു വേർതിരിക്കുക എന്നുള്ളത് ദൈവവചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം അപ്പോസ്തലന്മാർ കാലഘട്ടം മുതൽ ദൈവവചനത്തിനകത്ത് ചെയ്തു വരുന്ന മെത്തേഡാണ്.